ഞാൻ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ടെസ്റ്റ് നടത്തുന്നു, മെഡിസിൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നു. എൻ്റെ ഷുഗർ എന്താണ് മാറാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളുടെ ഷുഗറിനെ രോഗത്തെ കുറയ്ക്കാനുള്ള ഒരു മരുന്ന് നമ്മൾ കഴിക്കുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ടാണ് രോഗം കുറയാത്തത്, അതുകൊണ്ടാണ് രോഗം മാറാത്തത്. നമ്മൾ കഴിക്കുന്ന മരുന്നായാലും ഇൻസുലിൻ ആയാലും അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ളതാണ്. അതുപോലെ ആഹാരത്തിലൂടെ അകത്ത് ചെല്ലുന്ന ഗ്ലൂക്കോസിന്റെ ഒരു ഭാഗം യൂറിനിലൂടെയോ മോഷനിലൂടെയോ പുറന്തള്ളാനുള്ളതാണ്. അതുപോലെ അധികമുള്ള ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റാക്കി മാറ്റി ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണ്. ഇതുകൊണ്ടൊന്നും ഷുഗറിന് രോഗം കുറയാൻ പോകുന്നില്ല, രോഗം മാറാൻ പോകുന്നില്ല. ഷുഗറിന് രോഗം ബാധിച്ചിട്ടുള്ളത് പാൻക്രിയാസിനെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ അകത്ത് ചെല്ലുന്ന കാർബോഹൈഡ്രേറ്റിനെ ഊർജമാക്കി മാറ്റാൻ ആവശ്യമായ തോതിൽ ക്വാളിറ്റിയുള്ള ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള ശേഷി നമ്മുടെ പാൻക്രിയാസിന് ഇല്ല എന്നതാണ് പ്രശ്നം. പാൻക്രിയാസ് ആണ് രോഗാതുരമായി മാറിയിട്ടുള്ളത്. ഇതിനാണ് മാറ്റം വരേണ്ടത്. അതിനുള്ള ഒരു മരുന്നും കഴിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. പകരം നമ്മൾ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ള മരുന്നാണ് കഴിക്കുന്നത്. ബ്ലഡിലെ ഷുഗർ കുറയുന്നുമുണ്ട്. പക്ഷേ ബ്ലഡിലെ ഷുഗർ അല്ല രോഗം, അത് രോഗലക്ഷണമാണ്. ലക്ഷണത്തെ കുറച്ച് രോഗം കുറയാൻ പോകുന്നില്ല, രോഗം പെരുകി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ബ്ലഡ് ഷുഗറിനെ അല്ലെങ്കിൽ പ്രമേഹത്തെ ഫലപ്രദമായിട്ട് കുറയ്ക്കണമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. അതിന് രണ്ട് വഴി മാത്രമേ ഉള്ളൂ. ഒന്ന് ശരിയായ ഡയറ്റിലേക്കും, രണ്ട് ശരിയായ എക്സസൈസിലേക്കും വരിക. ഇതിൻ്റെ രണ്ടിൻ്റെയും അഭാവം ഉണ്ടാകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ഇത് രണ്ടും പരിഹരിച്ചാൽ മാത്രമേ പ്രമേഹത്തെ നമുക്ക് ഫലപ്രദമായിട്ട് നേരിടാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു വഴിയില്ല. അതുകൊണ്ട് പ്രമേഹം എന്ന രോഗത്തെ കുറയ്ക്കാനും രോഗത്തെ മാറ്റാനും ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് കൂടി ചെയ്യുന്നത്. ധാരാളം പേര് കോഴ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ഫലപ്രദമായിട്ട് ഷുഗർ കുറച്ചു വന്നിട്ടുണ്ട്. പലർക്കും അവർ ഉപയോഗിക്കുന്ന മരുന്ന് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.